ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നാളെ മറ്റന്നാളായിട്ട് വിഷു ആണ്. വിഷു തിയേറ്റർ റിലീസ് ചെയ്ത മലയാള സിനിമകളൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. 3 സിനിമകൾ കണ്ടു വർഷങ്ങൾക്ക് ശേഷം. അതുപോലെ തന്നെ ആവേശം, ജയ് ഗണേശ്, ഈ 3 സിനിമകളും തിയേറ്ററിൽ കണ്ടു. 3 സിനിമകളുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്താ പറയുക, ഇന്നിപ്പോൾ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളാണ്. ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഇന്ന് റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത്. അതായത് 12-ാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത്. അതുകൂടാതെ വേറെ സിനിമകൾ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് സർപ്രൈസ് ആയിട്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഏതൊക്കെ സിനിമകൾ വന്നു എന്നുള്ളത് നോക്കാം. ഏകദേശം ഒരു 15ഓളം സിനിമകൾ ഇന്ന് വന്നിട്ടുണ്ട്. മലയാളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട റിലീസുകളൊന്നും ഇല്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. വിഷു ആയിട്ട് പോലും പെരുന്നാളിനും വിഷുവിനൊന്നും ഒരു വലിയൊരു റിലീസുകളൊന്നും വന്നിട്ടില്ല. ആകെ വന്നിട്ടുള്ളത് പ്രേമലു മാത്രമാണ്. ഡിസംബർ ഹോട്ട്സ്റ്റാറിലും അതുപോലെ തന്നെ ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ആഹാ തെലുങ്ക് വേർഷനും ഡിസംബർ ഹോട്ട്സ്റ്റാറിലും മലയാളം, തമിഴ്, ഹിന്ദി ഭാഷ ഡിസംബർ ഹോട്ട്സ്റ്റാറിലാണ് പ്രേമലു റിലീസ് ചെയ്തിട്ടുള്ളത്. അമൽ സിംഗ് ചംകില എന്ന് പറഞ്ഞൊരു ഡ്രാമ മ്യൂസിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവി റിലീസ് ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ്. ഹിന്ദി ഭാഷ മാത്രമല്ല തമിഴ്, തെലുങ്ക് ഭാഷകളും ഇംഗ്ലീഷ് ഭാഷകളിലും ഈ സിനിമ അവൈലബിൾ ആണ്. ഗാമി എന്ന് പറഞ്ഞൊരു തെലുങ്ക് സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. C5ലാണ് വന്നിട്ടുള്ളത്. തമിഴ്, തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ടാണ് C5 ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഗാമി എന്ന് പറഞ്ഞ സിനിമ. ലവ് ഡിവൈഡഡ് എന്ന് പറഞ്ഞ റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സ്പാനിഷ് മൂവി നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തെലുങ്ക് സിനിമ ഓം ഭീം ബുഷ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. കോമഡി മൂവിയാണ്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മറ്റു ഭാഷകളൊന്നും അവൈലബിൾ ആയിട്ടില്ല. അടുത്തത് ഒരു സ്വീഡിഷ് മൂവിയാണ്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. സ്റ്റോളൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ ഇംഗ്ലീഷിലും സ്വീഡിഷ് ഭാഷയിലായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. മറ്റു ഭാഷയിൽ അവൈലബിൾ ആയിട്ടില്ല. അടുത്തൊരു ആനിമേഷൻ മൂവിയാണ്. വുഡി വുഡ്പെക്കർ ഗോസ് ടു ക്യാമ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും മൾട്ടി ലാംഗ്വേജിൽ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായിട്ട് ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത മലയാളത്തിലുള്ളൊരു സിനിമയാണ് ഉടൻ അടി കല്യാണം എന്ന് പറഞ്ഞ സിനിമ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തതും മലയാളത്തിലുള്ള സിനിമയാണ് ചാർ ചോർ എന്നാണ് ഈ സിനിമയുടെ പേര് വരുന്നത്. ഐസ്ട്രീം OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് തമിഴ് മൂവിയാണ്. നന്ദി വർമ്മൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അതുപോലെ തന്നെ അധോമുഖം. ഈ 2 സിനിമകളും സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും സിനിമകളായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അതായത് ഇന്ന് റിലീസ് ചെയ്യുന്ന സിനിമകൾ എന്നുള്ളത്. അപ്പോൾ അത് കൂടാതെ വേറെ സിനിമകൾ വന്നിട്ടുണ്ട്. അതിലൊന്ന് തെലുങ്ക് സിനിമയാണ്. യാത്ര 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. GV നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അപ്പം അടുത്ത സിനിമ എന്ന് പറയുന്നത് ജയ് ബേബി എന്ന് പറയുന്ന ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഉർവശി പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഹാഷ് മായാല എന്ന് പറയുന്ന തമിഴ് മൂവിയാണ്. ഈ സിനിമയുടെ HD പതിപ്പ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത സിനിമ ജി പ്രകാശ് കുമാറും അമിതാഭ് ബൈജു ഒക്കെ പ്രധാന വേഷം കൈകാര്യം തമിഴ് സിനിമയായിരുന്നു. റബൽ എന്ന് പറഞ്ഞ സിനിമ. തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് കഴിഞ്ഞ ദിവസം ആമസോൺ പ്രൈമിൽ ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഈ സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ആമസോൺ പ്രൈമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകൾ കൂടിയാണ് ഇന്ന് റിലീസ് ചെയ്തതായിട്ടുള്ളത്. അപ്പോൾ പലരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന കുറച്ച് സിനിമകളുണ്ട്. പാളയം PC എന്ന് പറഞ്ഞൊരു സിനിമയുടെ കുറിച്ച് ചോദിക്കേണ്ടത് പലരും കമൻറ്റ് ബോക്സിൽ. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ചോദിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന് വരുന്നുള്ളതാണ്. മഞ്ഞുമൽ ബോയ്സ് വരുന്ന കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അതിന് മുമ്പത്തെ വീഡിയോസിൽ കുറേ ഞാൻ പറഞ്ഞതാണ്. എന്നാലും പറയാണ്, ഈ മാസം ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കോട് കൂടിയോ മഞ്ഞുമൽ ബോയ്സ് ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ വരുന്നതാണ്. അങ്ങനെയാണ് അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത്. പ്രേമലു റിലീസ് ചെയ്ത് 2-3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാറാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. പിന്നെ ആവേശം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആവേശം എന്ന് പറഞ്ഞ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കി എന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു. വേറെ അപ്ഡേറ്റുകളൊന്നും പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ കള്ളനും ഭഗവതിയും പലരും ചോദിക്കുന്നുണ്ട്. കള്ളനും ഭഗവതി അതിൻ്റെയൊക്കെ അപ്ഡേറ്റുകൾ എന്താ വരാത്തത്, എന്നാ റിലീസ് ചെയ്യാന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ രാമചന്ദ്ര ബോസെൻകോ, അങ്ങനെ കുറേ സിനിമകളുടെ വരാനുണ്ട്. അതിനെക്കുറിച്ചൊന്നും അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല. സിനിമകളെക്കുറിച്ചുള്ള OTT അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, പിന്നെ വേറെന്താ, വിഷുവൊക്കെയാണ് നാളെ മറ്റന്നാളായിട്ട്. എല്ലാവരും കണി വെക്കാനും പടക്കം പൊട്ടിക്കാനൊക്കെ എല്ലാവരും ആഘോഷിക്കുകയായിരിക്കും. എല്ലാവരും ആഘോഷത്തിലായിരിക്കും. തിയേറ്ററിൽ ആടുജീവിതം നിറഞ്ഞ സേഴ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. OTT റിലീസ് ചെയ്യുന്നതെന്നുള്ള പലരും ചോദിക്കുന്നുണ്ട്. OTT റിലീസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ
തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. 45-50 ദിവസത്തിന് ശേഷം മാത്രമേ OTT റിലീസ് ചെയ്യുന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ് ആടുജീവിതം എന്ന സിനിമ. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും